ലോകേഷ് കനകരാജ് 3 വർഷങ്ങൾക്ക് ശേഷം ഡയറക്റ്റ് ചെയ്ത കൂലി ഇന്ന് കണ്ടു. ഒരുപാട് പ്രതീക്ഷകൾ ഈ സിനിമ കാണാൻ പോകുമ്പം നമുക്കുണ്ട്. നമുക്കറിയാലോ, വിക്രം, കൈദി, ലിയോ, ഈ 3 സിനിമയും ഒരു ഡയറക്ടർ എന്നതിലപ്പുറം നമുക്കൊരു പ്രതീക്ഷകളാണ് ലോകേഷ് നമുക്ക് തന്നത്. ഈ സിനിമയുടെ പ്രൊഡ്യൂസർ കലാനിധി മാരനാണ്. ഇതിന്റെ സ്റ്റണ്ട് കൊറിയോഗ്രാഫർ അൻപറിവ്. ഇതിന്റെ മ്യൂസിക് ആൻഡ് BGM കമ്പോസ്ഡ് ബൈ അനിരുദ്ധ്. ഈ സിനിമയുടെ പാട്ടുകൾ ജസ്റ്റ് ആവറേജ് ആട്ടോ. നേരം വർഷി ഇതിന്റെ BGM ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. അത് ശരിക്കും ഒരു ഡയറക്ടറെ മനസ്സറിഞ്ഞ് ആക്ഷൻ രംഗങ്ങൾ അദ്ദേഹം നമുക്കത് ഡെലിവറി ചെയ്യുന്ന സമയത്ത് അത് പ്രേക്ഷകർക്ക് വേണ്ട സാധനം കൊടുക്കുക എന്ന് കഴിഞ്ഞാൽ അത് ഒരു ഡയറക്ടറെ മനസ്സ് മ്യൂസിക് ഡയറക്ടർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അതിൽ എനിക്കൊന്നും പറയാനില്ല, അടിപൊളി BGM ആണ്. പിന്നെ ഈ സിനിമയുടെ മേക്കിംഗ് നമ്മൾ എടുത്തു നോക്കുകയാണെന്നെങ്കിൽ നല്ല അടിപൊളി മേക്കിംഗ് ആണ്. ടെക്നിക്കലി പല കാര്യങ്ങളും പെർഫെക്റ്റ് ആണ്. നല്ല അടിപൊളി മേക്കിംഗ് ആണ്. വിഷ്വലി ബ്യൂട്ടിഫുൾ ആണ് ഈ സിനിമ. ഇതിൻ്റെ ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യലി അതൊരു സ്ലോ പേസ് പോയിട്ട് ലോകേഷിൻ്റെ സ്ഥിരം ഇൻ്റർവെൽ പഞ്ചിലെത്തിയിട്ടാണ് ഈ സാധനം ഫസ്റ്റ് ഹാഫ് നിൽക്കുന്നത്. ഇതിൻ്റെ സ്ക്രിപ്റ്റ് വൈസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ക്രിപ്റ്റ് വീക്കാട്ടോ. സാധാരണ ഒരു സ്റ്റണ്ട് പടത്തിനുള്ള ആ സ്ക്രിപ്റ്റ്, അതിലപ്പുറത്തേക്ക് നമുക്കൊന്നും പറയില്ല. നമുക്ക് ഈ സിനിമയുടെ കാസ്റ്റ് ഒന്ന് നോക്കിയാലോ. ആദ്യം തന്നെ രജനി 1950 മുതൽ 2025 വരെ അദ്ദേഹം ഒരു വികാരം തന്നെയാണ്. സൂപ്പർ സ്റ്റാർ പദവി നിലനിർത്തുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല, അതിന് ഒരുപാട് കഷ്ടപ്പാടുണ്ട്. അപ്പൊ ഈ ജനറേഷനിലും ആളുകളെ ഇത്തരത്തിൽ, അതായത് UAE മാത്രം 120ഓളം സ്ക്രീനിലാണ് രാവിലെ 2:30 ഈ സിനിമ പ്രദർശിപ്പിച്ചത്. ഈ സിനിമയിൽ എടുത്തു പറയേണ്ട ആള് നമ്മുടെ മലയാളി സൗബിനാട്ടോ. ലോകേഷ് ഈ സിനിമയുടെ ഓഡിയോ ലോഞ്ചിന്റെ അന്ന് ഒരു കാര്യം പറഞ്ഞു. സൗബിൻ ബ്രോ, ആഫ്റ്റർ ദ റിലീസ് ഓഫ് ദിസ് മൂവി യു വിൽ ബി ടോക്കിംഗ് ദ ടൗൺ. സത്യട്ടോ, മുഴുനീള കഥാപാത്രം. ഇത്രയും കാലത്ത് സൗബിൻ ഇങ്ങനെ റോള് ചെയ്യുന്ന എനിക്ക് തോന്നില്ല. സാനാണ് എന്നാടാ പണി വെച്ചിരിക്ക്, അമ്മാരി സാന സൗബിൻ ചെയ്തു. അടിപൊളി വില്ലൻ ക്യാരക്ടർ. പിന്നെ നാഗാർജുന സ്റ്റൈലിഷ് ഹീറോ, പൊളിയാട്ടോ, ഒരു രക്ഷയില്ല. സൗബിനും നാഗാർജുനും സൂപ്പറായിട്ട് ഈ പടത്തിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബാബുരാജ് ഉണ്ട്, പക്ഷെ ബാബുരാജിനൊക്കെ ചെറിയ റോളാണ്. റബ മോണിക്ക ജോൺ എന്ന ഒരു നടിയില്ലേ നമ്മൾ വിജയിന്റെ സിനിമയിലൊക്കെ കണ്ടേ, അപ്പോൾ അവർക്ക് അധികം റോളൊന്നുമില്ല. സത്യരാജ് ഒരു കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്, നന്നായി ചെയ്തിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് സത്യരാജ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ സൗബിന്റെ പേരായിട്ട് വന്ന ആളെ പേരെന്താ അറിയോ, രജിത റാം. അടിപൊളിയായി ചെയ്തിട്ടുണ്ടോ, അതൊരു അൺഎക്സ്പെക്റ്റഡ് ക്യാരക്ടറായിരുന്നു. സൂപ്പറായിട്ട് ആ നടി ചെയ്തിട്ടുണ്ട് ആ ഒരു റോള്. പിന്നെ ക്യാമിയോ അപ്പിയറൻസ് ആയിട്ട് ഉപേന്ദ്ര, ആമിർ ഖാന്. രജനിയുടെ സ്റ്റൈല് ശരിക്കും ലോകേഷ് അടിപൊളിയായിട്ട് യൂട്ടിലൈസ് ചെയ്ത ഒരു സിനിമ തന്നെയാണ്. ലോകേഷിന്റെ സിനിമ കാണാൻ പോകുമ്പോൾ നമ്മൾ ഒരിക്കലും ഇമോഷണലി കണക്ട് ചെയ്യാന്ന് നമ്മൾ ശ്രദ്ധിക്കരുത്, കാരണം അതൊരു ആക്ഷൻ പടമാണ്. നേരെ മറിച്ച് ലോകേഷ് ശ്രമിച്ചിട്ടുണ്ട് സെക്കൻഡ് ഹാഫിൽ ഇമോഷണലി ഒന്ന് കണക്ട് ചെയ്യിക്കാൻ, അത് കണക്ട് ആയില്ല കേട്ടോ. അതാണ് എനിക്ക് സിനിമയുടെ ഒരു ചെറിയൊരു നെഗറ്റീവായി തോന്നിയത്. ശ്രുതി ഹാസനും രജനീകാന്തുള്ള അവസാനത്തുള്ള കുറച്ച് കോമ്പിനേഷൻ സീനൊക്കെ നമുക്ക് കുറച്ചും കൂടി ഹെവി ക്ലീഷയായി തോന്നും. പക്ഷേ അതൊക്കെ ഒരു 10-20 മിനിറ്റ് ഉള്ളൂ. ഞാൻ എന്തായാലും എൻ്റെ വാച്ചിലേക്ക് സമയം നോക്കിയില്ല. സെക്കൻഡ് ഹാഫിൽ എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും നിൽക്കാനുള്ള സമയം ഉണ്ടാവില്ല. ഒരു സ്ഥലത്ത് അടി നടക്കുന്നു, അടുത്ത സ്ഥലത്ത് വേറെ അടി എടുക്കുന്നു. നിങ്ങൾ വിക്രം, കൈദിയും ലിയോ ഒക്കെ കണ്ട് ഒരു കട്ട ലോകേഷ് ഫാൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സിനിമ നിരാശപ്പെടുത്തില്ല. അതേപോലെ തന്നെ നിങ്ങളൊരു കട്ട രജനി ഫാൻ ആണെന്നുണ്ടെങ്കിൽ രജനിയുടെ വർഷങ്ങൾക്ക് ശേഷമുള്ള അദ്ദേഹത്തിന്റെ പല സ്റ്റൈലും ലോകേഷ് ഈ സിനിമയിൽ എത്തിച്ചിട്ടുണ്ട്. പിന്നെ ലിയോ എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു നെഗറ്റീവായിട്ട് നമുക്ക് തോന്നിയത് ലിയോയുടെ സെക്കൻഡ് ഹാഫിലെ 2-3 ഫൈറ്റ് കുറച്ച് ബോറായി തോന്നിയിരുന്നു. നേരെ മറിച്ച് ഈ സിനിമയിൽ അതൊക്കെ ഒന്നും കൂടി റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യാൻ ലോകേഷ് ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഇന്റർവെല്ലിന്റെ സമയത്തുള്ള ആ പഞ്ച് ഉണ്ടല്ലോ, അത് നമ്മളിങ്ങനെ ഒരു സാധനമാക്കിയാണ് കൂടെ നിർത്തും. ആദ്യം സ്ലോ പേസ്, പിന്നെ ആ ഇന്റർവെല്ലിന്റെ സമയത്തുള്ള ആ പഞ്ച്. അത് കഴിഞ്ഞ് ഞാൻ ബാക്കി പറയുന്നില്ല, അതൊരു സ്പോയിലർ ആവും. എനിക്ക് പേഴ്സണലായിട്ട് ഈ സിനിമ കണക്റ്റായി, എനിക്കിഷ്ടമായി പടം. ചെറിയൊരു 10-20 മിനിറ്റുള്ള ഇമോഷണലി കണക്ട് ചെയ്യാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് ലാഗായിട്ടും അത് നമുക്ക് ഒരു ക്ലീഷയായിട്ടും തോന്നും. അതല്ലാണ്ട് ഈ സിനിമ എനിക്ക് കണക്റ്റായി. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ട് ഇതിന്റെ റിവ്യൂ നിങ്ങൾ താഴെ ഒന്ന് കമന്റിലൊന്ന് കൊടുക്കും. അപ്പോൾ നമ്മുടെ ചാനലിലൂടെ നമുക്ക് അടുത്തൊരു മൂവി റിവ്യൂ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. Thanks for watching.